എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് അയ്യപ്പ ഭാഗവതം പാരായണം 109 ദിവസം. സ്വാമിയേ ശരണമയ്യപ്പ. യുവരാജാഭിഷേകം പാരായണം തുടരുന്നു. ധർമ്മോപദേശങ്ങളെല്ലാം മകനോട് നിർമ്മല മാനസൻ നന്നായി അരുൾ ചെയ്തു. ധർമ്മ സംസ്ഥാപനമാണ് കുമാരക, നിർമ്മലമാം ക്ഷത്രിയ ധർമ്മമെന്നോർക്കടോ. ശ്രീധർമ്മശാസ്താവിവിടത്തിൽ വസിച്ചതും ധർമ്മേണ നമ്മുടെ പുത്രനായി വാണതും ചിന്മയൻ സമ്മതമോട് പുലിപ്പാല് അമ്മയ്ക്കായി കൊണ്ടുവന്നിടാൻ ഗമിച്ചതും വ്യാഘ്രവൃന്ദങ്ങളോടൊപ്പം പരന്തവൻ ഈശ്വരന്യെ ഇവിടത്തിൽ വന്നെത്തിയതും മാതാവ് രോഗമില്ലെന്ന് പറഞ്ഞതും പ്രീതിയോടെല്ലാം മണികണ്ഠൻ ക്ഷമിച്ചതും നീതിമാനാവാൻ സജീവനോടോതിയതും ചേതനയൊക്കെ ഗുരുപുത്രനേകിയതും ചേതനാദേവന്റെ സേവകശീലവും പ്രീതനായി മാമുനി കുംഭജൻ വന്നതും ജ്ഞാനോപദേശങ്ങളെല്ലാം പരമ്പൊരുൾ ദീനനാമെന്നോടരുളി മറഞ്ഞതും കർമ്മകാണ്ഡങ്ങളെ മാമുനിയെ കൊണ്ട് നിർമ്മലൻ നമ്മോട് ചൊല്ലിച്ചതും പിന്നെ ഈ മന്ദിരത്തിലെ വാസം വെടിഞ്ഞതും നിർമ്മമനമ്പിനാൽ മാമലക്ഷേത്രത്തിൽ ഇമ്പമാം സ്ഥാനത്തെ കാണിച്ചു തന്നതും സമ്പ്രതി തമ്പുരാൻ അന്തർധാനവും ചെയ്ത് സന്തതം പൊന്നമ്പലത്തിൽ വസിച്ചതും സന്തതമെന്നുടെ ചിന്തയിൽ നന്ദന ചിന്തയെന്നെ മറ്റൊന്നോരാതെ വന്നതും അൻപോടഗസ്ത്യൻ അടുത്തെത്തി വേഗേന സമ്പ്രദായങ്ങളെ വീണ്ടും പറഞ്ഞതും തമ്പുരാൻ തന്നെ ക്ഷേത്രം ചമയ്ക്കുവാൻ സന്തോഷമാർന്ന് ഞാൻ സേനയാസായകം ശില്പികളോടും ആചാര്യനോടും ചേർന്ന് ക്ഷിപ്രം ശബരിഗിരിയിൽ അണഞ്ഞതും സത്യനാഥൻ്റെ അനുഗ്രഹമൊന്നിനാൽ വിശ്വനാഥ ക്ഷേത്രം അങ്ങ് ചമച്ചതും 3 പാരിങ്കലും പൊട്ടായ ക്ഷേത്രത്തിൽ മുക്കണ്ണ നന്ദനൻ ധന്യം വസിപ്പതും അമ്മഹാദേവന്റെ അനുഗ്രഹമൊന്നിനാൽ നന്ദന ഞാനിക വന്നു ഭവിച്ചതും എൻപുമാൻ തമ്പുരാൻ തൻ്റെ കടാക്ഷത്താൽ ശങ്കാവിഹീനം ഇളമയായി നിന്നെയും ഇന്ന് വാഴിച്ച് ഞാൻ ധന്യനാകുന്നതും നന്ദന എന്നും സ്മരിച്ചു കൊള്ളേണമേ. ധർമ്മം പിഴയ്ക്കാതെ നിർമ്മല ചിത്തത്താൽ സന്മതേ ഉർവി നീ പാലിച്ചു കൊള്ളണേ. മാതൃപാദങ്ങളെ വന്ദിച്ച് നിത്യവും വേണം നിജകർമ്മമൊക്കെ നടത്തുവാൻ. സജീവോപദേശങ്ങളും കേൾക്കുകയിൽ അരജർക്ക് അഖിലകർമ്മങ്ങളും ക്ഷിപ്രസാധ്യം നൂനം. നമ്മുടെ മന്ദിരം ശബരിമല, പിന്നെ എന്നിലും നിന്നിലും വാഴുന്ന അയ്യപ്പൻ. നിന്നുടെ ഉള്ളത്തിൽ സന്തതം വാഴണം തമ്പുരാനെന്നെ മറ്റാരും തുണയില്ലേ. ദിവ്യ നവാക്ഷരി നാവിലെല്ലായ്പ്പോഴും നവ്യമായി നിന്ന് ചുവടുവെച്ചിടണം. അയ്യപ്പ പൂജകൾ പഞ്ചപ്രകാരേണ സമ്മോദപൂർവമായി നിത്യം കഴിക്കണം. നമ്മുടെ വംശേ വസിച്ച മഹാദൈവം നമ്മുടെ എല്ലാം സമസ്തമെന്നോർക്കുകിൽ. നമ്മുടെ സൗഭാഗ്യശ്രീ സമസ്തങ്ങളും നമ്മൾക്ക് സർവദാ നൽകും പരബ്രഹ്മം. നിശ്ചയിച്ചിടണം ഭംഗ്യാ മഹോത്സവം വത്സരം തോറും ശബരിഗിരി ക്ഷേത്രേ. സത്വമതികളായി വൈദിക വൈര്യരാം വിപ്രരെ കൊണ്ട് വേദങ്ങൾ ചൊല്ലിക്കണം. വിപ്രരെ പൂജ്യരായി മാനിച്ചു കൊള്ളണം. വിപ്രരാകുന്നതേ പ്രത്യക്ഷ ദൈവതം. വിപ്രകീർത്തരായി മേവുകിൽ ലോകത്ത് അപ്രിയങ്ങൾ തന്നെ വന്നു നിറഞ്ഞുപോം. അപ്രീതിയേറി വന്നിടും ഭഗവാനും ക്ഷിപ്രമായി സന്താപമേറി വന്നിടുമേ. വത്സരം തോറും ശബരിമലയ്ക്ക് നീ നിശ്ചയം ചെയ്തു പോയിക്കൊള്ളണം നന്ദന. രത്നവിഭൂഷകൾ കാഞ്ചനഹാരങ്ങൾ അച്യുത പുത്രനെ ചാർത്തിച്ചു കൊള്ളണം. ലോകജനനിയായി മാളിക ക്ഷേത്രത്തിൽ വാഴും മഹാദേവി തന്നെയും വന്ദിച്ച് ദിവ്യാഭരണ വിഭൂഷജാലങ്ങളെ ഭവ്യമായി ചാർത്തിച്ച് കൈവണങ്ങിടണം. ആമോദമാർന്ന് വാണിയിടും മഹാഭൂത വീരരെയും നീ വണങ്ങി വാങ്ങിയിടണം. അയ്യപ്പദേവന്റെ പൂജാപ്രകാരങ്ങൾ കൈതവമെന്നെ നടത്തിച്ചു കൊള്ളണം. മാസപൂജയ്ക്കും മുടങ്ങാതെ ഭൂസുര സാത്വികന്മാരെ അയച്ചു കൊണ്ടിടണം. ഇത്തരമെല്ലാം വിഭൂതി പ്രധാനമായി പുത്രനോടോതിനാൻ ഭൂപതിരത്നവും. ചിത്തം കുളിർത്തതി സന്തുഷ്ടചേതസ പുത്രനും താതപാദങ്ങൾ നമിച്ചുടൻ അച്ഛൻ്റെ ഭീഷ്ടങ്ങളെല്ലാം അനിശമായി നിശ്ചയം ചെയ്ത് നടത്തിയിടുമെന്നുള്ള പുത്രൻ്റെ വാക്കുകൾ കേട്ട് മഹാരാജൻ ബദ്ധമോദം പുണർന്നിടാൻ പുത്രനെ. പുത്രനും താതനും ത്വൽകുലാചാര്യൻ്റെ ഉത്തമപാദദ്വയങ്ങൾ നമിച്ചുടൻ സത്വരം ഭൂദേശ ഗായത്രിയും ചൊല്ലി വിദ്വാനാമാചാര്യൻ ഉത്കൃഷ്ട ചേതസ പുത്രനെയും മഹാരാജനെയും പിടിച്ച് ഉത്സംഗസീമനി അനുഗ്രഹിച്ചിടാൻ. സത്വരം മന്ത്രമാം 9 വർണ്ണങ്ങൾ വിദ്രുതമോദിനാൻ സഭാവാസികളും
വിദ്രുതമോദിനാർത്ഥ സഭാവാസികൾ സത്വരം പൂമഴ പെയ്തു സമസ്തരും ഉത്തമഗീതങ്ങളും മുഴക്കിയിടിനാർ. രാജരാജൻ മുതാ സിംഹാസനം വിട്ട് ആചാര്യദാതപാദങ്ങൾ കൂപ്പിക്കൊണ്ട് ധർമ്മേണ മാർഗേണ രാജ്യം ഭരിക്കുവാൻ നിർമ്മല ബ്രഹ്മമാൻ ദേവം തുണയ്ക്കുവാൻ സമ്മതം രാജനിവാസികൾ നൽകുവാൻ ധർമ്മശാസ്താവിൻ നവാക്ഷരി ഘോഷിച്ചാൻ. ജയ ജയ ശബ്ദങ്ങൾ ചൊല്ലി ജനങ്ങളും ജയഹരിത ചിത്തനായി ഇളമയാം രാജനും. അമ്മ മഹാറാണി ഉണ്മയിൽ പുത്രനെ നന്മകൾ ചൊല്ലി അനുഗ്രഹിച്ചിടിനാൾ. സമ്മതം നൽകുവാൻ സജീവ പ്രമുഖരും ചെമ്മേ വണങ്ങിനാർ രാജപാദങ്ങളിൽ. അമ്മയും പുത്രനും മന്ത്രിപ്രവരും ധന്യനാം മന്നവപാദം നമിക്കുമ്പോൾ നന്മകൾ സന്തതം വന്നു ഭവിക്കുവാൻ ധർമ്മശാസ്താവ് കടാക്ഷിക്കുമെന്നോതി. സന്മതി രാജനാം ശ്രീരാജശേഖരൻ തൻ കുലാചാര്യനോടൊപ്പം ഗമിച്ചതേ ഭക്തിയ അവർ മമ ദൈവമാം അയ്യപ്പ വിഗ്രഹം മാനസേ കൽപ്പിച്ചുറപ്പിച്ച് വിദ്രുതം പുണ്യാം പമ്പാപുളിനത്തിൽ എത്തിയണഞ്ഞ് തപം ചെയ്തു മേവിനാർ. ഓം സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാവർക്കും അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.